അല്ല, അതൊക്കെ നിങ്ങളെ യഥാസമയത്ത് അറിയിക്കും. യു ഡി എഫിൻ്റെ എല്ലാ ഘടകകക്ഷികളും തമ്മിലുള്ള സീറ്റ് വിഭജനം പൂർത്തിയാവുകയാണ്. കോൺഗ്രസിൻ്റെ സീറ്റ് നിർണയം പൂർത്തിയാവുകയാണ്. അതിൻ്റെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു നല്ല സമയം നോക്കിയിട്ട് നിങ്ങളോട് പറയാം. അല്ല, അത് പറയാം, നിങ്ങളോട് പറയാൻ നല്ല സമയം നിങ്ങളെല്ലാം അറിയിക്കുള്ളൂ, അല്ലാതെ വേറെ ആരോടും പറയില്ല. നിങ്ങളോട് ആദ്യം പറയുള്ളൂ. അത് നോക്കിയിട്ട് അത് സാധാരണ പ്രൊസീജിയർ ഞങ്ങളെക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് അതെല്ലാം അതൊക്കെ നമുക്ക് പാർട്ടിക്ക് അകത്തുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഈ കണ്ണൂരിലെ സാഹചര്യം കലാപകലുഷിതമാകുകയാണ്. അവിടെ കണ്ണൂരിലെ സാഹചര്യം കൂടുതൽ കലുഷിതമാവുകയാണ്. അവിടുത്തെ ജില്ലാ നേതൃത്വം ഇപ്പോൾ പ്രതികരിക്കുന്നത്. അപ്പം ഏറ്റവും ഒടുവിൽ ഗോവിന്ദനെ പുറത്താക്കിയേക്കുമെന്നും കേൾക്കുന്നു. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ. ഞങ്ങൾ പറഞ്ഞത് ശരിയായില്ലേ? കേരളത്തിലെ CPM ബംഗാളിലെ CPMൻ്റെ ഗതി വരും. ഈ പോക്ക് പോയാൽ ബംഗാളിലെ CPMന് ആ ഗതി വരാൻ 33 വർഷം എടുത്തു. കേരളത്തിലെ CPMന് അത് 10 വർഷം എടുത്തുള്ളൂ. CPM ഒരു ശിഥിലീകരണത്തിൻ്റെ പാതയിലാണ്. ഒരിക്കലും ഒരു കാലഘട്ടത്തിലും CPM ചരിത്രത്തിൽ സ്പ്ലിറ്റൊക്കെ ഉണ്ടായിട്ടുണ്ട്, പിളർപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാർ മുമ്പിലേക്ക് വന്ന് ഈ പാർട്ടിയിലെ വൃത്തികേടുകളെ, അഴിമതികളെ, സ്വജനപക്ഷപാതത്തെ, തോന്നിവാസത്തെയൊക്കെ ചോദ്യം ചെയ്യുകയാണ്. ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകൾ വന്നൊരു ചോദ്യം ചെയ്യുകയാണ്. അത് CPM ഒരിക്കലും നേരിടാത്ത ഗൗരവതരമായ പ്രശ്നമാണ്. ശിഥിലീകരണത്തിൻ്റെ പാതയിലാണ്. ഇത്രയും നേതാക്കന്മാർ CPMൽ ഇത് ചോദ്യം ചെയ്യാൻ ധൈര്യം കാണിച്ചുവെങ്കിൽ താഴെ അണികളുടെ പ്രതിഷേധവും രോഷവും എത്രമാത്രമായിരിക്കും നിങ്ങൾ കണക്കൂട്ടിക്കോ. നിങ്ങൾ ഈ കാണുന്നതൊന്നുമല്ല, ഞങ്ങൾക്ക് കൂടുതൽ അറിയാം. നിങ്ങൾ ഈ കാണുന്നതൊന്നുമല്ല, അതിനേക്ക് അപ്പുറത്തേക്ക് വലുതായ രീതിയിൽ ആഴത്തിലുള്ള മുറിവുകളാണ് ഉള്ളത് CPMൻ്റെ അകത്തുള്ളത്. ഈ ഭരണം ഏൽപ്പിച്ചിരിക്കുന്ന അധികാരത്തിൻ്റെ അഹങ്കാരം ഒരു പാർട്ടിയെ എങ്ങനെ നശിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കേരളത്തിലെ. ഗുരുതരമായ ആരോപണമാണ്. മാത്രമല്ല, ഒരാൾ ആത്മഹത്യ ചെയ്യാൻ ഇടയായ കാര്യത്തിൽ ഉള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ് CPM. മനസ്സിലായില്ലേ? ഇന്നിപ്പോൾ നവീൻ ബാബുവിൻ്റെ കേസിൽ കോടതി പറഞ്ഞിരിക്കുന്നത് എന്താ? നവീൻ ബാബുവിൻ്റെ കേസിലെ ഏക പ്രതിയായ CPM വനിതാ നേതാവിനെ രക്ഷിക്കാൻ പോലീസ് വൃത്തികേട് കാണിച്ചിട്ടുണ്ടെന്നാണ്. പോലീസ് വരുത്തിയ പാളിച്ചകളാണ് അന്വേഷണത്തിൽ. അപ്പോൾ പോലീസ് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ടായിരുന്നു പോലീസ്. അന്യായം ചെയ്യുന്ന പാർട്ടി നേതാക്കന്മാരുടെ കൂടെയായിരുന്നു പോലീസ്. ഓരോ ദിവസവും വരുന്ന വാർത്തകൾ അങ്ങനത്തെ വാർത്തകളാണ്. എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വിസ്മയം എന്ന് പറയുമ്പോൾ ആദ്യം കളിയാക്കി. ഇപ്പോൾ 1 ഡസൻ വിസ്മയങ്ങൾ നടന്നില്ലേ?